ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു 2 തരം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ്. ചാറ് കറി ആയിട്ടൊന്നും വേണ്ട, പ്രത്യേകിച്ചിട്ട് കറിയൊന്നും വേണ്ട. ചെറുങ്ങനെ 2 മസാല ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് വെക്കുന്നതെന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പച്ചവെള്ളവും കൂടെ ചേർത്ത് കുഴച്ച് മാറ്റി വെക്കുക. പിന്നെ ഒരു ചട്ടിയിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1/2 ടീസ്പൂണ് കടുക്, 1/2 ടീസ്പൂണ് ജീരകം. മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ജീരകം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് 1 ടീസ്പൂണ് മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ആക്കിയതിന് ശേഷം ആ മുളക് പൊടിൻ്റെ ഒരു പച്ച മണം മാറിയതിന് ശേഷം അരമുറി തേങ്ങ ചിരകിയതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അതിനൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ആ മസാല മാറ്റി വെക്കുക. പിന്നെ അടുത്ത മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി, 1 ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതേ ചട്ടിയിൽ തന്നെ 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് അതിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ 3 മുട്ടയിൽ നിന്ന് എടുക്കുന്നുള്ളത് പുഴുങ്ങിയത് മുറിച്ചിട്ട് കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ മിക്സും കൂടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ അരിപ്പൊടിയിൽ നിന്ന് കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവിയതിന് ശേഷം ഓരോരോ ഉരുളാക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ടായിട്ട് നമുക്ക് അതിൻ്റെ നടുവിൽ തന്നെ വെച്ച് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കുഴിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഓരോരോ സ്പൂണ് ഫില്ലിങ്സും വെച്ച് നിങ്ങൾക്ക് ഇതിനേക്കാളും വലുതായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനൊരു മീഡിയം സൈസാണ് ഇപ്പോൾ ആക്കിയത്. അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് എടുക്കുമ്പം വൈകുന്നേരത്തെ ചായക്കാണെങ്കിലും ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, ചായക്കാണെങ്കിലും ഇങ്ങനെ ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്ന സാധനം നല്ല ടേസ്റ്റ് അല്ലേ. അതേപോലെ അങ്ങനെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഇത് 2 എണ്ണം ആക്കുന്നേ കാണിക്കുന്നുള്ളൂ. ഒരു 5-6 എണ്ണം ആക്കുന്നുണ്ട്. പിന്നെ ഉരുട്ടിക്കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാക്കിയ പോലെ തന്നെ നമുക്കിനി മുട്ടൻ്റെതും കൂടെ ഇതേപോലെ തന്നെ പരത്തിയിട്ടായിട്ട് അതിലേക്ക് 1 സ്പൂണ് ആ മുട്ടൻ്റെ ഫില്ലിങ്സും കൂടെ വെച്ച് കൊടുത്തിട്ട് അതിങ്ങനെ ഉരുട്ടിയിട്ട് ഞാൻ നടുക്കൊന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. 2 ഷേപ്പിലാക്കിയെന്നേ ഉള്ളൂ, വീഡിയോ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതേപോലെ ഒരേപോലെ തന്നെ ഉരുട്ടിയിട്ടെടുക്കും. അങ്ങനെ അതും കൂടെ ചെയ്തെടുക്കുക. അപ്പോൾ അതെല്ലാം അങ്ങനെ എടുത്തതിന് ശേഷം നമുക്കൊരു ഇങ്ങനെ അപ്പച്ചമ്പ് സ്റ്റീമർ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു വാഴൻ്റെ ഇല മുറിച്ചിട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാകുമ്പോൾ നമ്മൾ ഇതുണ്ടാക്കിയ സാധനം ഒരു വാഴൻ്റെ ഇല മുറിച്ചിട്ട് പെട്ടെന്ന് തണിഞ്ഞാൽ നമുക്ക് വെന്തതിന് ശേഷം പെട്ടെന്ന് എടുക്കാൻ പറ്റും. കുറേ തണിയുന്നതൊരു വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ട. അങ്ങനെ അതിൻ്റെ മുകളിൽ അത് വെച്ച് കൊടുത്തതിന് ശേഷം അത് ഈ നമ്മൾ ഉണ്ടാക്കിയ ഈ കടുമ്പ്, ഞാൻ ഇപ്പോൾ കടുമ്പ് എന്ന് പറയുന്നത് അതെല്ലാം അതങ്ങനെ വെച്ച് കൊടുത്തിട്ടായിട്ട് അതിനൊരു 10-15 മിനിറ്റോളം നമുക്കൊന്ന് ആവി കയറ്റിയിട്ടെടുക്കാം. ആ 15 മിനിറ്റ് ആവി കയറിയതിന് ശേഷം എന്നിട്ട് അത് തുറന്ന് കൊടുക്കുക. എന്നിട്ട് മൂടി ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് അത് തണിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ഞാൻ ഈ മുട്ടൻ്റെ ഉണ്ടല്ലോ, അത് വട്ടത്തിലാക്കിയ സാധനത്തിന് വെറുതെ ഒരു വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതെന്നേ ഉള്ളൂ. അത് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമൊന്നുമില്ല. പിന്നെ അതിനൊന്ന് അതേ ചട്ടിയിൽ തന്നെ ചെറുതായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുത്തിട്ട് വെറുതെ ഒന്ന് ടോസ്റ്റ് ചെയ്യും പോലെ അതും കൂടി എടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ 2 ഷേപ്പിലും 2 ടേസ്റ്റിലും വരുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് പൊളിച്ചിട്ടും കൂടെ കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നിങ്ങളൊന്ന് വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്ക്. അങ്ങനെ അപ്പം അതിൻ്റെ തൊണ്ടൻ്റെ സൗണ്ട് ഒരു ചാർത്തറപ്പ് തൊണ്ടക്ക് ഇത് ഭയങ്കര സൗണ്ട് ഇങ്ങനെ അടയുന്നുണ്ടാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അങ്ങനെ പിന്നെ ഇതെല്ലാം നമുക്ക് ചെറുപ്പത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. ഉമ്മാലും അമ്മ മദർസ് സ്കൂളിൽ വിട്ടിട്ടെല്ലാം വരുമ്പോൾ നമുക്ക് അധികം ഇതെല്ലാം ഉണ്ടാക്കും. പണ്ടങ്ങനെ ഇപ്പോഴത്തെ പോലത്തെ ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് കറിൻ്റെ പ്രത്യേകിച്ചിട്ട് ആവശ്യം അതൊന്നുമില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടവും തന്നെ. അധികം നമുക്ക് ഈ തേങ്ങൻ്റെ മസാല ഉണ്ടാക്കിയിട്ട് വെക്കുന്നില്ല, അതെല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ കുറേ നാളുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല. പെട്ടെന്ന് ഓർമ്മ വന്നിട്ടാകുമ്പോൾ അത് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഈ തേങ്ങൻ്റെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പറയുക, അത്ര തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.